ഏതൊരു വിദ്യാലയത്തിന്റെ മികവിന് പിന്നിലും ശക്തമായ ഒരു PTA സാന്നിധ്യം ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ വിദ്യാലയത്തിലും അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളുടെ ആരാധനായ PTA പ്രസിഡന്റ് ഇവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നു. ശ്രീ നവാസ് പടുവെങ്കിൽ അവർകളെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ കുട്ടികളെ സംബന്ധിച്ച്, ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ രക്ഷിതാക്കൾ പൊതുവെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് കണ്ടെത്തി നൽകാനാണ് ആഗ്രഹിക്കാറ്, ശ്രമിക്കാറ്. അതൊരു വസ്ത്രമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഭക്ഷണമായിക്കൊള്ളട്ടെ, ഒരു കളിപ്പാട്ടമായിക്കൊള്ളട്ടെ, എല്ലാം എന്ത് തന്നെയായാലും ഏറ്റവും മികച്ചത് എന്റെ കുട്ടിക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളുടെ തലമുറയിൽപ്പെട്ട രക്ഷിതാക്കൾ. പക്ഷെ നമ്മളൊരു ചെറുപ്പകാലത്ത് നേരത്തെ നമ്മുടെ HM പറഞ്ഞ പോലെ തന്നെ പഴയ പുസ്തകങ്ങൾ പഠിച്ചും പഴയ യൂണിഫോം ഇട്ടും പഴയ കുട പിടിച്ചും പഴയ ബാഗ് കൊണ്ടൊക്കെയാണ് നമ്മളൊക്കെ പോയത്. അപ്പൊ ഞാനൊക്കെ എന്റെ വീട്ടിലെ ഏറ്റവും ഇളയതായിരുന്നു. മുതിർന്നവർ ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളും അതുപോലെ യൂണിഫോമും അതുപോലെ അവരെ കുടയും ബാഗും തന്നെയാണ് ഞാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഒരു രക്ഷിതാവ് നിലയ്ക്ക് നിൽക്കുമ്പോൾ എന്റെ മകൾക്ക് ഏറ്റവും നല്ല വസ്ത്രം നൽകാനും ഏറ്റവും നല്ല പാഠപുസ്തകം വാങ്ങിച്ചു നൽകാനും ഏറ്റവും നല്ല കുട പോലും ഏറ്റവും നല്ല ചെരിപ്പും എന്തും നല്ലത് വാങ്ങി നൽകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത്തരം നല്ലത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല വിദ്യാഭ്യാസം നൽകാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് പല രക്ഷിതാക്കളും. നമ്മൾ ഇവിടെ ഇരിക്കുന്നവരല്ല, പൊതുസമൂഹം. അവർ അൺഎയ്ഡഡ് മേഖലയിൽ CBSE സ്കൂളുകളിൽ അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്വന്തം മക്കളെ ചേർത്തുകൊണ്ട് സമൂഹത്തിൽ നിന്നും അവരെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണതയിലേക്കാണ് പലപ്പോഴും പോകാറുള്ളത്. പക്ഷെ ഇന്നിവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മനസ്സറിഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പാണ് കൊടുങ്ങല്ലൂർ KKD ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് നമുക്ക് ആത്മാർത്ഥമായി മനസ്സുറച്ച് പറയാൻ സാധിക്കും. കാരണം മികച്ച വിജയം നൽകുന്ന, മികച്ച വിദ്യാഭ്യാസം നൽകുന്ന, പൊതുസമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല സാമൂഹ്യ ജീവിയായി നമ്മുടെ മക്കളെ മാറ്റാൻ കഴിയുന്ന അത്ര ഭൗതികമായും അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന ഒരു വിദ്യാലയത്തിലേക്കാണ് നിങ്ങളുടെ കുട്ടികളെ ഇന്ന് ചേർത്തിട്ടുള്ളത്. ഇന്നു മുതൽ ഇത് നമ്മുടെ സ്ഥാപനമാണ്. നമ്മുടെ കുട്ടികൾ നല്ലവരായി മാറുവാൻ, സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവരായിട്ട് മാറുവാൻ, സമൂഹത്തിന് കാരുണ്യ ബോധമുള്ളവരായി മാറുവാൻ, നല്ല മനസ്സുള്ളവരായി, അതുപോലെ തന്നെ എല്ലാ വിധത്തിലും നല്ല മനസ്സിനുടമകളായി മാറുവാൻ, നല്ല കുട്ടികളായി മാറുവാൻ നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ സമൂഹത്തിനോട് ഇടപഴകി ജീവിക്കാനുള്ള ഒരു കാര്യശേഷി കൂടി നമ്മുടെ കുട്ടികൾ നൽകേണ്ടതുണ്ട്. പലപ്പോഴും അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് നൽകാൻ കഴിയാതെ പോകുന്നതും അത് തന്നെയാണ്. പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന മേന്മ, മികവ് എന്താണെന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോ നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ 82 ഫുൾ A+കൾ. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഫുൾ A+ നേടിയ സർക്കാർ വിദ്യാലയമാണ് നമ്മുടേത്. കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ ഏറ്റവും മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങൾ ഏറ്റവും മുൻനിര നിൽക്കുന്ന, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനമാണ് നമ്മുടേത്. അപ്പൊ നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ വെറുതെ കടലാസിൽ എഴുതി ചേർക്കുന്നല്ല, നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ മികവിലൂടെ, നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു നൽകുന്നതാണ്. അപ്പൊ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഈ നമ്മുടെ പ്രവേശനോത്സവ ഉദ്ഘാടന ചടങ്ങിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹാളിന്റെ കാര്യമൊക്കെ ടീച്ചർ പറഞ്ഞു. ടീച്ചർ നവാസ് ഇതിനു വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇതിൽ 99.9% ഇതിന്റെ ഈ ഹാളിൽ നിന്ന് ഈ നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയതിന്റെ പ്രധാന കാരണക്കാരി നമ്മുടെ HM ആണ്. കാരണം ടീച്ചറാണ് ആദ്യാവസാനം ഈ ഒരു ഹാളിന് വേണ്ടി പരിശ്രമിച്ചത്. ഈ ഹാളിന്റെ പഴയൊരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അറിയായിരുന്നു. നിങ്ങളിൽ പലർക്കും അത് അറിയില്ല. വളരെ മോശം, ശോചനീയമായ അവസ്ഥയിലായിരുന്നു. പക്ഷെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി, അകമഴിഞ്ഞ സഹായത്തോടു കൂടി നമുക്ക് ഈ ഹാള് നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ സാധിച്ചു. കുറച്ച് അറ്റകുറ്റപ്പണികൾ കൂടി, മിനുക്കുപണികൾ കൂടി ഉണ്ട്. അതുകൂടി കഴിയുമ്പോൾ നമ്മുടെ ഹാള് പൂർണ്ണ തോതിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായും ഒരുപാട് പരിമിതികൾ, ഒരു സർക്കാർ വിദ്യാലയം എന്ന നിലയ്ക്ക് ഒരുപാട് പരിമിതികളുള്ള ഒരു സ്ഥാപനമാണിത്. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സ്ഥല സൗകര്യ കുറവാണ്. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിലാണ് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാം മികച്ച പ്രവർത്തനം നടത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ കലോത്സവങ്ങളിൽ കഴിഞ്ഞതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ സംസ്ഥാന തലത്തിൽ വരെ നമ്മുടെ നാടക ടീം സംസ്ഥാന തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് മറ്റു വിഷയങ്ങളിലും എല്ലാം തന്നെ നമ്മുടെ SPC ആകട്ടെ, SPC നമ്മുടെ ഉപജില്ലയിലെ ഏറ്റവും മികച്ച പ്ലാറ്റൂണിനെ തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ SPC ആണ്. അപ്പൊ അതുപോലെ തന്നെ നിരവധി മേഖലകളിൽ
നമ്മുടെ മികവിന്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാലയം മുന്നോട്ട് പോയിക്കിടുന്നത്. നമ്മുടെ അധ്യാപകരെ കുറിച്ച് ഈ ഒരു അവസരത്തിൽ പറയാതെ പോകുന്നത് ശരിയല്ല. ആത്മാർത്ഥതയുടെ അടയാളങ്ങളായിട്ടുള്ള അധ്യാപകരാണ് നമുക്കുള്ളത്. നമ്മുടെ അധ്യാപകർ നമ്മുടെ കുട്ടികളോട് കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഒരു 50% നമ്മൾ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളോട് കാണിച്ചാൽ നമ്മുടെ കുട്ടികൾ മികച്ച വിജയവും നല്ല പൗരന്മാരാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള അധ്യാപകരാണ് നമ്മുടെ കൂടെയുള്ളത്. അതിൽ കവികളുണ്ട്, ഗായകരുണ്ട്, സിനിമാ താരം വരെയുണ്ട്, അല്ലെ? സിനിമാ താരം വരെ നമ്മുടെ അധ്യാപകരിലുണ്ട്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളവരൊക്കെ പരിചയപ്പെടും. അപ്പൊ എന്തായാലും തീർച്ചയായും ഞാൻ ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ വിദ്യാലയം അവർക്ക് വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുത്തതാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വരുന്ന ആളുകളിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന നേട്ടവും മികവും അവരുടെ വളർച്ചയും കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്കത് സ്വയം സാക്ഷ്യപ്പെടുത്താൻ കഴിയും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.